കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരികൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 14, അതായത് വൃശ്ചിക മാസം 28-ാം തീയതിയാണ്. ഈ ദിവസം നാരായണീയ ദിനമായിട്ടാണ് നാം ആഘോഷിക്കുന്നത്. 435 വർഷം മുൻപ് വൃശ്ചികം 28-നാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയം എന്ന ഭക്തികാവ്യം എഴുതി പൂർത്തിയാക്കി ഭഗവാന് മുന്നിൽ സമർപ്പിച്ചത് എന്നാണ് വിശ്വാസം. ആയുരാരോഗ്യ സൗഖ്യം എന്ന നാരായണീയത്തിലെ അവസാന ശ്ലോകത്തിൻ്റെ അവസാന പദം കലിദിന സംഖ്യയെ കൂടി സൂചിപ്പിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് നാരായണീയം എഴുതി പൂർത്തിയാക്കിയത്. വൃശ്ചികം 28-നാണ് എന്ന ധാരണയിൽ പണ്ഡിതന്മാർ എത്തിയത്. ആയതിനാൽ എല്ലാ കൊല്ലവും വൃശ്ചിക മാസം 28-ന് നാരായണീയ ദിനമായിട്ട് ആചരിക്കുന്നു. നാരായണീയത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നത് ഇന്നത്തെ ലോകത്തിൻ്റെ പ്രാർത്ഥനകളും രോഗമുക്തിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നാരായണീയം ഇത്രമാത്രം പ്രശസ്തി ആർജിച്ചത്. ഇന്ന്, അതായത് ഡിസംബർ 14-ാം തീയതി ഞായറാഴ്ച, നമുക്ക് നാരായണീയം പാരായണം ചെയ്യേണ്ടത് ആയുരാരോഗ്യ സൗഖ്യത്തിനും രോഗശാന്തിക്കും വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. ആയതിനാൽ ഈ ദിവസം നാരായണീയം പാരായണം ചെയ്യുന്നത് ആയുസ്സും ആരോഗ്യവും സൗഖ്യവും നേടാൻ സഹായിക്കും. നമ്മുടെ ഗുരുവായൂരമ്പലത്തിൽ ഈ ദിവസം സവിശേഷ ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. തൻ്റെ വാതരോഗ ശമനത്തിനായിട്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ മുന്നിലിരുന്നിട്ട് നാരായണീയം എന്ന മഹാകാവ്യം എഴുതി സമർപ്പിച്ചു. അപ്രകാരം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന് വാതരോഗത്തിൽ നിന്ന് മുക്തിയുണ്ടായി. ഭഗവാന്റെ ദർശനവും ഒപ്പം ലഭിച്ചു. ആയതിനാൽ നാരായണീയം എന്നും പാരായണം ചെയ്യുന്നത് രോഗശാന്തിക്ക് അത്യുത്തമമാണ്. ഈ നാരായണീയ ദിനത്തിൽ നമുക്ക് ഏവർക്കും നാരായണീയം പാരായണം ചെയ്യാം. നാരായണീയത്തിലെ രോഗശാന്തി മന്ത്രമായ 8-ാം ദശകത്തിലെ 13-ാമത്തെ ശ്ലോകം ഇപ്രകാരമാണ്: അസ്മിൻ പരാത്മൻ അനുപാത്മകൽപ്പേ തുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാം അമരോഗരാശിം നിരുന്തിവാതാലയവാസ വിഷ്ണു. നാരായണീയ ദിനമായ ഇന്ന് ഈ ശ്ലോകം 108 തവണ ചൊല്ലുന്നത് ആയുരാരോഗ്യ സൗഖ്യത്തെ പ്രദാനം ചെയ്യുന്നു. ഈ ശ്ലോകം ഇന്ന് 18 തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. ഏവർക്കും നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ ആയുരാരോഗ്യ സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.